നമസ്കാരം. മിഡ് ഡേ ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വിശദമായി. കാലവർഷക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. വീട്ടിൽ വെള്ളം കയറിയ എല്ലാവർക്കും 10,000 രൂപ നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കാലവർഷക്കെടുതിയിൽ 26 പേർ മരിച്ചു, 11 പേർക്ക് പരിക്കേറ്റു, 4 പേരെ കാണാനില്ല. സംസ്ഥാനത്ത് 462 ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. മന്ത്രിസഭാ യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. നമ്മൾ കണ്ണൂർ ചെറുപുഴയിൽ പ്രളയജലത്തിൽ ഒറ്റപ്പെട്ടു പോയ ഒരാളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിൽ ജീവൻ പൊലിഞ്ഞ തിരുവനന്തപുരം കല്ലിയൂർ സ്വദേശിയും ദുരന്ത രക്ഷാപ്രവർത്തന പരിശീലകനുമായ ആർ രാജേഷിൻ്റെ വിയോഗം വലിയ വേദനാജനകമാണ്. മുൻപും പ്രളയകാലത്ത് ഇദ്ദേഹം ഈ ദുരന്തമുഖങ്ങളിലെല്ലാം രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുള്ള ഒരാൾക്ക് സ്വന്തം ജീവൻ തണവൽഗണിച്ചാണ് അദ്ദേഹം മറ്റൊരാൾക്ക് ജീവൻ്റെ രാജേഷിൻ്റെ കുടുംബാംഗങ്ങളുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നു. അദ്ദേഹത്തിന് സംസ്ഥാനത്തിൻ്റെ ബഹുമതി, സ്റ്റേറ്റ് ഓണർ അദ്ദേഹത്തിന് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പൂർത്തിയാകാത്ത വീട് പൂർത്തിയാക്കി കൊടുക്കാനും ഉള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലെ ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ: 2024 തൃശ്ശൂർ ജില്ലയിലുണ്ടായ കാലവർഷത്തിലും ഉരുൾപൊട്ടലിലും വീട് നഷ്ടപ്പെട്ട ധനസഹായം ലഭിക്കാൻ ബാക്കിയുള്ള 248 ഗുണഭോക്താക്കൾക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ധനസഹായം അനുവദിക്കാൻ തീരുമാനിച്ചു. പിന്നെ പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റി ചെയർപേഴ്സണായിട്ട് റിട്ടയേർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ അവരെ നിയമിച്ചു. നമ്മൾ വേറെ പുതിയ ചില കാര്യങ്ങൾ, അത് മന്ത്രിസഭാ യോഗത്തിലല്ല, 2026-27 സാമ്പത്തിക വർഷം, ഈ സാമ്പത്തിക വർഷത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൊടുക്കേണ്ട വികസന ഫണ്ടിൻ്റെ ഒന്നാം ഗഡു 2029 കോടി 15 ലക്ഷം രൂപ നൽകാൻ തീരുമാനിച്ചു. കഴിഞ്ഞ സർക്കാർ മൂന്നാം ഗഡു നൽകിയിരുന്നില്ല. ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ വർഷത്തെ സ്പിൽ ഓവർ പദ്ധതികൾക്കായുള്ള തുക മുനിസിപ്പാലിറ്റികൾക്ക് 136 കോടിയും കോർപ്പറേഷനുകൾക്ക് 188 കോടിയും അധികമായി നൽകും. 16ാം ധനകാര്യ കമ്മീഷൻ്റെ അർബൻ റൂറൽ ഗ്രാൻറ്റുകളിലെ അസന്തുലിതാവസ്ഥ സംസ്ഥാനത്തെ നഗര തദ്ദേശ സ്ഥാപനങ്ങളിൽ ഒരു പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് പരിഹരിക്കാൻ വേണ്ടി കൂടിയിട്ടാണ് മുനിസിപ്പാലിറ്റികൾക്കും കോർപ്പറേഷനുകൾക്കുമായിട്ട് 312 കോടി രൂപ അധികമായിട്ട് നൽകുന്നത്. അതുപോലെ പാചക തൊഴിലാളികളുടെ വേതനം 44 കോടി അനുവദിച്ചു. ഇപ്പോൾ വർദ്ധിപ്പിച്ച ഇതടക്കം 2 ദിവസത്തിനുള്ളിൽ അവരുടെ അക്കൗണ്ടിൽ എത്താൻ വേണ്ടിയിട്ടുള്ള തീരുമാനം നമ്മൾ എടുത്തിട്ടുണ്ട്. കാലവർഷ കെടുതിയെ സംബന്ധിച്ച ഏറ്റവും പുതിയ വിവരം: 462 ക്യാമ്പുകളാണ് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നത്. അതിൽ 27,048 പേര് ക്യാമ്പിലുണ്ട്. അതിൽ പത്തനംതിട്ടയിലെ 157, ആലപ്പുഴയിലെ 81, കോട്ടയത്ത് 154. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട 3 ജില്ലകളിൽ ഏറ്റവും കൂടുതൽ ക്യാമ്പുള്ളത്. മറ്റതെല്ലാം 10 ബന്ധപ്പെട്ട് മാത്രമാണുള്ളത്. നമുക്ക് ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള മരണങ്ങൾ 26 ആണ്. 11 പേർക്ക് അപകടം പറ്റിയിട്ടുണ്ട്. 4 പേര് മിസ്സിംഗ് ആണ്. അതുപോലെ 1882 ഹെക്ടർ കൃഷി സ്ഥലത്ത് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഒരു 67.44 കോടി രൂപ ഇപ്പോഴത്തെ പ്രാഥമിക വിവരങ്ങൾ അനുസരിച്ച് നഷ്ടമുണ്ടായിട്ടുണ്ട്. 67.44 കോടി രൂപയാണ് പ്രാഥമിക റിപ്പോർട്ട് നാശനഷ്ടങ്ങളുടെ. ഫൈനൽ റിപ്പോർട്ട് വരുമ്പോൾ കുറച്ചുകൂടി കൂടും. ഇപ്പോൾ ഉള്ളത് ടോട്ടൽ നാശനഷ്ടം 1882 ഹെക്ടർ സ്ഥലത്താണ് കൃഷിനാശം ഉണ്ടായിരിക്കുന്നത്. കൃഷിനാശത്തിൻ്റെ ക്രോപ്പ് ഏരിയ ഡാമേജ് ആയിട്ടുള്ളത്. അത് 23,537 കർഷകരെ അത് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ സുപ്രധാനമായ ചില തീരുമാനങ്ങൾ കൂടി ക്യാബിനറ്റ് അംഗീകാരം നൽകിയിട്ടുണ്ട്. ഒന്ന്, നേരത്തെ പറഞ്ഞതുപോലെ മരണപ്പെട്ടവർക്ക് 8 ലക്ഷം രൂപ, 4 ലക്ഷം രൂപ SDRF നിന്നും 2 ലക്ഷം രൂപ CMDRF നിന്നും 2 ലക്ഷം രൂപ PMNRF നിന്നും ഉൾപ്പെടെ 8 ലക്ഷം രൂപ മരിച്ചവർക്ക് കൊടുക്കും. അതുപോലെ ഈ വീട്ടിൽ വെള്ളം കയറിയ എല്ലാവർക്കും, അത് ഞാൻ പ്രത്യേകം പറയുന്നു, ഇപ്പോൾ കുറേ ആളുകൾ വന്ന് ക്യാമ്പിൽ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ക്യാമ്പിലെ രജിസ്ട്രേഷൻ അനുസരിച്ചിട്ടല്ല കൊടുക്കുന്നത്. ക്യാമ്പിൽ വരാത്തവർക്കും വീട്ടിൽ വെള്ളം കയറിയവർക്ക് കൊടുക്കും.
ക്യാമ്പിൽ വന്നു എന്നതിൻ്റെ പേരിൽ വീട്ടിൽ വെള്ളം കയറിയിട്ടിലേക്ക് കൊടുക്കില്ല. ഇങ്ങനൊരു തെറ്റായ ധാരണ പരക്കുന്നുണ്ട്. ചിലപ്പോൾ കുറേ ആളുകൾ വന്ന് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീട്ടിൽ വെള്ളം കയറിയ എല്ലാവരുടെയും വില്ലേജ് ഓഫീസറുടെ ഉദ്യോഗസ്ഥന്മാരുടെയും റിപ്പോർട്ട് അനുസരിച്ച് അവർക്ക് എല്ലാവർക്കും 10,000 രൂപ അവർക്ക് കൊടുക്കും. പിന്നെ മരിച്ചവരുടെ സംസ്കാര കർമ്മങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു 10,000 രൂപ അനുവദിച്ചിട്ടുണ്ട്. നേരത്തെ മുഴുവൻ ഡാമേജായ വീടുകൾക്ക് കൊടുത്തുകൊണ്ടിരുന്നത് 4 ലക്ഷം രൂപയാണ്. അത് 6 ലക്ഷം രൂപയാക്കി അത് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പിന്നെ വീടും സ്ഥലവും പൂർണ്ണമായി നഷ്ടപ്പെട്ടു. കാരണം അവിടെ വീട് വയ്ക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാവും. ഈ ലാൻഡ് സ്ലൈഡും ലാൻഡ് സ്ലിപ്പും ഒക്കെ ഉണ്ടായ സ്ഥലത്ത് അവിടെ നേരത്തെ കൊടുത്തിരുന്നത് 6 ലക്ഷം രൂപ സ്ഥലം മേടിക്കാനും 4 ലക്ഷം രൂപ വീടിനുമാണ്. 10 ലക്ഷം, അത് 12 ലക്ഷം രൂപയാക്കി അത് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പിന്നെയുള്ള ഒരു 300 രൂപ വെച്ച് ഒരു കുടുംബത്തിലെ ഒരു റേഷൻ കാർഡിലെ 2 പേർക്ക് 300 രൂപ വെച്ച് ഡെയിലി കൊടുക്കും. അതുപോലെ അവർക്ക് അല്ലല്ല, അത് അവിടെ ഈ വീട്ടിൽ ബുദ്ധിമുട്ടുള്ളവർക്ക്, ഇങ്ങനെ വെള്ളം കയറി പ്രയാസപ്പെട്ടവർക്ക്, അതേപോലെ തന്നെ തിരിച്ചു വീട്ടിലേക്ക് പോയി അവിടെ താമസിക്കാൻ പറ്റാത്തവർക്ക്, അവർക്ക് ആ വീട്ടിൽ താമസിക്കാൻ പുതിയ വീട്ടിലോ അല്ലെങ്കിൽ ആ വീട് റെഡിയാവുന്നത് വരെ താമസിക്കാൻ വേണ്ടിയിട്ട് മാസം റെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം അതെടുത്തിട്ടുണ്ട്. അത് വീട്ടിൽ വെള്ളം കയറി ആകെ ഇതെല്ലാം നാശനഷ്ടം സംഭവിച്ചവർക്കാണ്. ഒരു കുടുംബത്തിലെ 2 പേർക്ക്. അങ്ങനെയാണ് നേരത്തെ അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ. ഇനി നമ്മൾ പുതിയതായിട്ട് വേറൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ക്രോപ്പ് അസിസ്റ്റൻസ്, അതായത് കൃഷിനാശം ഉണ്ടായാലുള്ള നഷ്ടം വളരെ തുച്ഛമായ തുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് തീരുമാനിച്ചിട്ടുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, 2.5 ഏക്കർ സ്ഥലം, 1 ഹെക്ടർ സ്ഥലം നെൽകൃഷി നാശം ഉണ്ടായ 13,500 രൂപയാണ്. അങ്ങനെ പലതിനും വളരെ ചെറുതാണ്, കാരണം കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന തുക ചെറുതാണ്. പക്ഷേ അത് നമ്മൾ 25% വർദ്ധിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഇപ്രാവശ്യം. 25%. അത് നമ്മൾ തന്നെ, സ്റ്റേറ്റ് തന്നെ കൊടുക്കും 25%. പിന്നെ പുതിയതായിട്ട് ചെയ്യുന്നത് ഇതുവരെ കൊടുക്കാത്തതാണ്. ധാരാളം കടകൾ വെള്ളം കയറി നശിച്ച് അവരുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായി അവരുടെ ഉപജീവന മാർഗം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആദ്യമായി അങ്ങനെ വെള്ളം കയറി കടകൾ നശിച്ചവർക്ക് ഓരോ കടയ്ക്കും 10,000 രൂപ പ്രത്യേകമായി കൊടുക്കാൻ തീരുമാനം പുതിയതായിട്ട്. ധാരാളം കടകളുണ്ട്. ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിലും ബാക്കിയുള്ള സ്ഥലത്തും ഈരാറ്റുപേട്ടയിലും പല സ്ഥലത്തും ഭയങ്കര സങ്കടമാണ്. 2018-ലും 19-ലും ഒക്കെ വെള്ളം കയറി നശിച്ചിട്ട് അവർക്കൊന്നും കിട്ടിയിട്ടില്ല. ഉപജീവന മാർഗമാണ്, സാധാരണക്കാരായ ആളുകളാണ് കൂടുതലുള്ളത്. അതൊരു പുതിയ തീരുമാനമാണ്. ഇതിനു മുമ്പ് അതുണ്ടായിരുന്നില്ല. പുതിയ തീരുമാനം, ഒരു 10,000 രൂപ കൂടി അവർക്ക് ഓരോരുത്തർക്കും കൊടുക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. പിന്നീട് ഈ MSMEകൾക്ക്, മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസിന് ഉജ്ജീവന സോഫ്റ്റ് ലോൺ സ്കീം അത് നമ്മൾ നടപ്പാക്കും. അതിൻ്റെ ഭാഗമായിട്ട്, അതായത് SMEകൾക്കുണ്ട്, ട്രേഡ് നടത്തുന്നവർക്കുണ്ട്, ഇൻഡസ്ട്രിയൽ എൻ്റർപ്രൈസസിനുണ്ട്, അപ്രൂവ്ഡ് ആയിട്ടുള്ള ഹോം സ്റ്റേകൾക്കുണ്ട്, പിന്നെ ഈ പ്രളയം ബാധിച്ച ക്ഷീര കർഷകർക്കുണ്ട്, കിസാൻ കാർഡ് ഹോൾഡേഴ്സിനുണ്ട്, പിന്നെ ഈ പക്ഷികളെ, ഈ താറാവിനെയൊക്കെ വളർത്തുന്ന പോലുള്ള ഇത് വളർത്തുന്നവർക്കുണ്ട്, തേനീച്ച കർഷകർക്കുണ്ട്, ടൂറിസ്റ്റ് വെഹിക്കിളിൻ്റെ ഓണേഴ്സ് ഉണ്ട്, അതുപോലെ കൊമേഴ്സ്യൽ വെഹിക്കിളിൻ്റെ ഓണേഴ്സ് നാശനഷ്ടം ഉണ്ടായാൽ അവർക്കെല്ലാമാണ് ഈ സോഫ്റ്റ് ബാങ്ക് ലോൺസ് കൊടുക്കുന്നത്. അത് നമ്മൾ ഒരു 12 ലക്ഷം രൂപ വരെ ആണ് ഈ ലോൺ നമ്മൾ ബാങ്കുകളുമായിട്ട് അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഒരു 3 സ്കീമാണ് അതിൻ്റെ അകത്തുള്ളത്. ഒന്ന് 12 ലക്ഷം രൂപ വരെ കൊടുക്കുമ്പോൾ 25% ലോൺ എമൗണ്ടോ അല്ലെങ്കിൽ 3 ലക്ഷം രൂപയോ, ഏതാണ് ചെറുത്? 12 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ 3 ലക്ഷം രൂപ, അല്ലെങ്കിൽ 25% ലോൺ എമൗണ്ട്. ഏതാണ് ചെറുതെന്ന് പറഞ്ഞാൽ അത് മാർജിൻ മണിയായിട്ട് ഗവൺമെൻറ് ബാങ്കിലേക്ക് കൊടുക്കും, 3 ലക്ഷം രൂപ. ഇനി ചിലർക്ക് അതല്ല വേണ്ടത്, അവർക്ക് ഓപ്ഷനാണ്. മാർജിൻ മണി വേണ്ടെങ്കിൽ 5 കൊല്ലത്തേക്ക് അവരുടെ ഈ ലോണിൻ്റെ 9% പലിശ സർക്കാർ ബാങ്കിലേക്ക് നൽകും. അതാണ് ആ സോഫ്റ്റ് ലോൺ സ്കീം എന്ന് പറയുന്നത്. മൂന്നാമത്, ഇതിൻ്റെ തൊട്ട് മുമ്പ് ലോൺ എടുത്തു, ലോൺ എടുത്തിട്ട് അടയ്ക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവർക്ക് കൂടി ഈ 9% ആ പലിശ 5 വർഷത്തേക്ക് കൊടുക്കാൻ. ഇങ്ങനൊരു 3 തീരുമാനം അതുമായിട്ട് ബന്ധപ്പെട്ട്, സോഫ്റ്റ് ലോണുമായിട്ട് ബന്ധപ്പെട്ട് എടുത്തത്. തീരപ്രദേശത്ത് വലിയ നാശം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെ ഈ പരമാവധി സ്ഥലത്ത് കടൽ ഭിത്തി പണിയാനുള്ള സ്കീമുകളൊക്കെ വേഗത്തിലാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആവശ്യമായ സ്ഥലത്ത് ജിയോ ബാഗുകൾ കൊടുക്കാൻ വേണ്ടിയിട്ട് നിർദ്ദേശം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുത്തിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികളുടെ വർഷങ്ങളായിട്ടുള്ള ഒരു പരാതിയാണ്
ഈ പുനർഗേഹം പദ്ധതിക്ക് തുച്ഛമായ തുകയാണ് കിട്ടുന്നത്, അവർക്ക് ഭയങ്കര പ്രയാസമാണ്. ആ പദ്ധതി ഒരു പുതിയ പദ്ധതിയായിട്ട് അത് ഉടൻ തന്നെ അത് പ്രഖ്യാപിച്ചു. അവർക്കുള്ള സഹായം, അവരുടെ പരാതികൾ പരിഹരിച്ച്, മത്സ്യത്തൊഴിലാളികളുടെ ആ പദ്ധതിയെക്കുറിച്ചുള്ള പരാതികളെല്ലാം പരിഹരിച്ച് തുക വർദ്ധിപ്പിക്കുന്ന കാര്യം അതിൻ്റെ പ്രപ്പോസൽ തരാൻ പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ചിട്ടുള്ളൊരു പുതിയ പദ്ധതി അവർക്ക് വേണ്ടിയിട്ട്, മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി അവർക്ക് പ്രഖ്യാപിക്കും. ഇതാണ് അതെ ഭവന പദ്ധതി. പിന്നെ അടുത്ത 5 ദിവസത്തേക്കുള്ള കാലാവസ്ഥാ പ്രവചനം നിങ്ങൾക്ക് കിട്ടിക്കാണും. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്ന് മുതൽ 5-ാം തീയതി മുതൽ 8-ാം തീയതി വരെ ശക്തമായ മഴയ്ക്കും ഓഗസ്റ്റ് 5-6 തീയതികളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ കാറ്റിനും സാധ്യത ഉണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഇന്നും നാളെയും ഓറഞ്ച് അലർട്ടാണ്. 5-ാം തീയതി പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കാസർഗോഡും 6-ാം തീയതി പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളവും. യെല്ലോ അലർട്ട് 5-ാം തീയതി തിരുവനന്തപുരം, കൊല്ലം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറമാണ്. ബാക്കി 6-ാം തീയതി ബാക്കി ജില്ലകളിലും ആണ് ഇത് കൊടുത്തിരിക്കുന്നത്. അതെല്ലാം വില്ലേജ് ഓഫീസുകളിൽ നിന്ന് കളക്ട് ചെയ്ത് വരുമല്ലോ. കൃഷിനാശത്തിൻ്റെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റും ഒരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ ഉണ്ട്. അതിന് ആ നഷ്ടമുണ്ടായിരിക്കുന്ന കടകളുടെ എണ്ണം തരാൻ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മൾ അതൊന്ന് ഇപ്പോൾ വീട്ടിൽ വെള്ളം കയറിയവർക്ക് അതൊന്ന് ക്ലീൻ ചെയ്ത് അതൊന്ന് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ 10,000 രൂപയാണ് നമ്മൾ ചെയ്യുന്നത്. ഒപ്പം ഈ ലോണിൻ്റെ ഈ സോഫ്റ്റ് ലോൺ അതാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഈ ഇതിലാണ് ചെറിയ കടക്കാർ തൊട്ടുണ്ട് മീഡിയം. ഞാനതാണ് പറയാൻ പോകുന്നത്. ഞാനൊരു വളരെ പ്രധാനപ്പെട്ട പദ്ധതി നമ്മുടെ ബജറ്റിൽ പ്രഖ്യാപിച്ചതുപോലെ ഇന്ത്യക്ക് മോഡലായ ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് റെസീലിയൻസ് പ്രോഗ്രാം കേരളത്തിൽ നടപ്പാക്കും. അതിൽ ക്ലൈമറ്റ് പ്രഡിക്ഷന് ഏറ്റവും ആധുനികമായ സങ്കേതങ്ങൾ, ലോകത്തുള്ള ഏറ്റവും ആധുനികമായ സങ്കേതങ്ങൾ ഉപയോഗിക്കും. ക്ലൈമറ്റ് പ്രഡിക്ഷൻ, അതിൻ്റെ വാർണിംഗ് സിസ്റ്റം ഇഫക്റ്റീവ് ആക്കും. പിന്നെ ഫ്ലഡ് മാപ്പിംഗ്, ഈ പറയുന്ന പ്രോൺ ആയിട്ടുള്ള ഏരിയ, അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം ഫ്ലഡ് മാപ്പിംഗ് നടത്തി അത് നേരത്തെ പ്രഖ്യാപിച്ച ഫലപ്രദമായ ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ളൊരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് റെസീലിയൻസ് സിസ്റ്റം കൊണ്ടുവരും. അതിൻ്റെ ഭാഗമായിട്ട് ഡാമുകളിലെ മണൽ മാറ്റും. കാരണം ഡാമുകളിൽ നന്നായി മണലും ചെളി അടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല മഴ കുറച്ച് നിരന്തരമായി പെയ്തു കഴിഞ്ഞാൽ ആ ഡാമുകൾ നിറഞ്ഞു കവിയുന്ന സ്ഥിതി വരും. ഇപ്പം മഴ പെയ്യായിരുന്നത് കൊണ്ടാണ് നമ്മളൊരു 50%, 52% ആയിട്ട് ഡാമിലെ ജലശേഖരം നിൽക്കുന്നത്. അപ്പോൾ ഡാമിലെ ഡീസിൽറ്റ് ചെയ്യും. അതോടൊപ്പം നദികളിൽ 2018 അടിഞ്ഞിരിക്കുന്ന മണ്ണാണ് ഈ പ്രശ്നം. മണ്ണും ചെളിയുമാണ്. മണ്ണും ചെളിയും വേസ്റ്റും ഒക്കെ കെട്ടിക്കിടക്കുകയാണ്. നമുക്ക് പലതരത്തിൽ അത് ബാധിക്കുന്നുണ്ട്. കാരണം നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ട്. മാത്രമല്ല ചെറിയ മഴ പെയ്താൽ അപ്പോൾ തന്നെ ഫ്ലഡഡ് ആവുകയാണ്. അപ്പോൾ ഇത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്കീം റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും ജലസേചന വകുപ്പും കൂടി ആവിഷ്കരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ മഴ മാറിക്കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട്, ഇത് അടുത്ത വർഷം ഇത് വരാൻ വേണ്ടി കാത്തിരിക്കാതെ, നമ്മളിപ്പോൾ റൂം ഫോർ റിവർ എന്നും പറഞ്ഞിട്ട് നടന്നില്ലല്ലോ. അപ്പോൾ അത് വളരെ വ്യക്തമായിട്ട് ഈ നദികളിലെ ഈ മണലടിഞ്ഞിരിക്കുന്നത് മാറ്റാൻ വേണ്ടിയിട്ടുള്ളത് ചെയ്യും. അത് നീക്കുമ്പോൾ തന്നെ നമുക്കൊരു 50-60% പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവും. ഡാമുകളിലെ മണൽ ഡീസിൽറ്റ് ചെയ്യുമ്പോഴും ഈ പുഴയിലെ മണൽ നീക്കുകയും ചെയ്യുമ്പോഴേക്കും വലിയ വ്യത്യാസം ഉണ്ടാവും. വളരെ പ്രശ്നമാണ്, വളരെ ഗുരുതരമായ പ്രശ്നമാണ്. ഇപ്പോൾ തന്നെ നമ്മൾ ഏകദേശം 90ഓളം ഷട്ടറുകൾ തുറന്നിട്ടാണ് കുട്ടനാട് ഇത്രയെങ്കിലും ഉണ്ടായുള്ളൂ എന്ന് പറയാൻ പറ്റുന്നത്. അത് തുറക്കും. വേമ്പനാട് കായലിൽ ഡ്രഡ്ജ് ചെയ്യേണ്ടി വരും. അതുപോലെ പമ്പയിലും വ്യാപകമായിട്ട്, അതാണ് പമ്പയിലെ പ്രശ്നമാണല്ലോ ഈ ഒരുപാട് സ്ഥലങ്ങളിൽ വിഷയം ഉണ്ടാകുന്നത്. അത് വളരെ ശ്രദ്ധിക്കും. പിന്നെ ഡാം മാനേജ്മെൻറ്റിന് ഏറ്റവും ആധുനികമായ സംവിധാനങ്ങൾ. ഇപ്പം ഡാം മാനേജ്മെൻ്റ് എന്ന് വെച്ചാൽ ഡാമിലേക്കുള്ള വെള്ളത്തിൻ്റെ ഇൻഫ്ലോ, അതിൻ്റെ ഔട്ട്ഫ്ലോ, ക്യാച്ച്മെൻറ്റ് ഏരിയയിലെ മഴയുടെ അളവ്, ആ മഴ പെയ്യാനുള്ള സാധ്യത, പിന്നെ റിവർ വാലിയിലെ താഴെയുള്ള റിവർ വാലിയിലെ വെള്ളത്തിൻ്റെ നില, അവിടെ മഴ പെയ്യാനുള്ള സാധ്യത, ഇത്രയും കാര്യങ്ങൾ കണക്ട് ചെയ്തിട്ടാണ് ഡാം മാനേജ്മെൻറ്റ് ഡാം തുറക്കുന്നത്. അത് ഏറ്റവും ഫലപ്രദമായി അതൊരു AI ഡ്രിവൺ സംവിധാനം ഉണ്ടാക്കിയിട്ടുള്ള
ഒരു ഡാം മാനേജ്മെൻറ്റ് സിസ്റ്റം കൂടി നമ്മൾ ചെയ്യും. അതിൻ്റെയും പ്രവർത്തനങ്ങൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ബജറ്റിൽ പ്രഖ്യാപിച്ചതാണ്. കാരണം നമ്മൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ തന്നെ ഇൻ്റർ ഗവൺമെൻറ് പാനൽ ഓഫ് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ റിപ്പോർട്ടും അതിനുമ്പോൾ നാസ അനാലിസിസും നമ്മൾ നിയമസഭയിൽ കൊണ്ടുവന്നാണ്. ഇതിൻ്റെ ഗുരുതരാവസ്ഥ മനസ്സിലാക്കിയിട്ട് അത് മനസ്സിലാക്കിയതുകൊണ്ടാണ് കേരളം ഒരു വളരെ ശ്രദ്ധിക്കേണ്ട, ഇന്ത്യയിൽ തന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ്. അറബിക്കടലും പഴയതുപോലെയല്ല, വലിയ മാറ്റമുണ്ടായി ഓക്കിക്കെല്ലാം ശേഷം. ഇതെല്ലാം കണക്കാക്കിയിട്ടുള്ള ഏറ്റവും സയൻറ്റിഫിക് ആയിട്ടുള്ള, ഏറ്റവും ശാസ്ത്രീയമായും ഫലപ്രദമായിട്ടുള്ള ഒരു സംവിധാനം, നമ്മുടെ ഒരു സ്വപ്നം, ആഗ്രഹം, അത് ഇന്ത്യക്ക് തന്നെ മോഡലായിട്ടുള്ള ഒരു റെസിലിയൻസ് സിസ്റ്റം നമ്മൾ കൊണ്ടുവരണമെന്നാണ്. അതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഫലപ്രദമായ ഒരു പോളിസിയും പ്രഖ്യാപിക്കും, അത് നടപ്പിലാക്കുകയും ചെയ്യും. അല്ല, സ്വാഭാവികമായിട്ട് അത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് റെസിലിയൻസ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഏറ്റവും മോഡേൺ ആക്കുവാണ്. ഇപ്പോഴുള്ളത് പോരല്ലോ, നമുക്ക് കുറേ കൂടി ഇമ്പ്രൂവ് ചെയ്ത് കുറേ കൂടെ ബെറ്ററാക്കി ലോകത്ത് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സാധ്യതകളും പരിശോധിച്ച് ചെയ്യുകയാണ്. നല്ലൊരു ടീം അതിനുവേണ്ടി വർക്ക് ചെയ്യും. നല്ലൊരു ടീം, ഒരുപാട് പ്രഗത്ഭരായ ആളുകൾ അതിന് സന്നദ്ധരായിട്ട് വന്നിട്ടുണ്ട്. അവർ പല സ്ഥലം, ഇപ്പോൾ ക്ലൈമറ്റ് പ്രഡിക്ഷനിൽ വലിയ നല്ല പ്രിസിഷനുള്ള ആളുകൾ, കൃത്യമുള്ള ആളുകൾ, പിന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിലെ എക്സ്പേർട്ടുകൾ തുടങ്ങിയ സ്ഥലത്ത് പല സംസ്ഥാനങ്ങളും കുറേ അഡ്വാൻസ് ചെയ്തു. ഇപ്പോൾ ഒറീസയൊക്കെ നമുക്ക് ഓർമ്മയില്ല, 78 സൈക്ലോൺ ഉണ്ടായപ്പോൾ 1.5 ലക്ഷം പേര് മരിച്ചെന്നാണ് പറഞ്ഞത്. എത്ര പേര് മരിച്ചെന്നൊരു കണക്കുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് ഒരു 2-3 കൊല്ലം മുമ്പ് ഒരു സൈക്ലോൺ ഉണ്ടായപ്പോൾ അവരുടെ കാഷ്വാലിറ്റി 2 കുറയ്ക്കാൻ പറ്റി. ഒറീസ പോലുള്ളൊരു പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനം പോലും ഇക്കാര്യത്തിൽ വളരെ മുന്നോട്ട് പോയി. നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അത് അല്ല ആ കാലത്ത് ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും ബാക്ക്വേർഡ് സ്റ്റേറ്റുകളിൽ ഒന്നായിരുന്നു അവർ, ഇല്ലേ? അവരവിടെ നിന്ന് ഈ അവരുടെ സിസ്റ്റം, കാരണം എപ്പോഴും ഭയങ്കര പ്രശ്നമുള്ള സ്ഥലമായിരുന്നു ഒറീസ. നമ്മളൊക്കെ നമ്മുടെ ചെറുപ്പത്തിലേക്ക് വായിച്ച് നമുക്കറിയാവുന്ന ഭയങ്കര മാറ്റമാണ്. ഞങ്ങൾ ഒരുപാട് മോഡൽസ് കൂടി എല്ലാ സ്ഥലത്തു നിന്നും നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മുടെ ലോക്കലൈസ് ചെയ്ത് കേരളത്തിൻ്റെ ടോപ്പോഗ്രഫിയും മറ്റ് കാര്യങ്ങളും എല്ലാം പരിശോധിച്ച് ഉള്ള ഏറ്റവും ഒരു ഫലപ്രദമായ സിസ്റ്റത്തെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കുന്നത്. പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി ഉപയോഗപ്പെടുത്തുന്ന സ്ത്രീകൾക്കെതിരെ വിവാദ പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ച് ഗതാഗത മന്ത്രി CP ജോൺ. ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നു. പറയാൻ പാടില്ലാത്ത വാക്കുകളാണ് പറഞ്ഞതെന്നും താൻ ശ്രദ്ധിക്കണമായിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു. ഇന്നലെ ഒത്തിരി കാഷ്വലായിട്ടാണ് പറഞ്ഞത്. പത്രങ്ങളൊന്നും ഇല്ലാത്തൊരു ചെറിയൊരു മീറ്റിംഗ് ആയിരുന്നു, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് സമ്മേളനം പോലൊരു മീറ്റിംഗ് ആയിരുന്നു. അവിടെ പറഞ്ഞപ്പോൾ ഞാൻ പറയേണ്ടാതിരുന്ന ചില വാക്കുകൾ ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞല്ലോ. അത് ആർക്കെങ്കിലും ചിലപ്പോൾ ബുദ്ധിമുട്ടായിട്ടുണ്ടാവും. അതിലെനിക്ക് യാതൊരു ഈഗോയും ഇല്ല. അങ്ങനെ ഞാൻ ശ്രദ്ധിക്കണമായിരുന്നു. ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞു, അത് ശ്രദ്ധിക്കണമായിരുന്നു, തീർച്ചയായിട്ടും ഞാൻ ശ്രദ്ധിക്കണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിപ്പോൾ അങ്ങനെ ഒരു വിമർശനം വന്നതിലോ അല്ലെങ്കിൽ പ്രതിഷേധം വന്നതിലോ ഒന്നും ഒരു ഈഗോ, എന്താ പറയുക, അങ്ങനത്തെ ഒരു ഈഗോ എനിക്കില്ല, ഒരു ഫോൾസ് ഈഗോ ഇല്ല. അപ്പം അതുകൊണ്ട് ഒരു മന്ത്രി എന്ന രീതിയിൽ ഒരുപാട് പ്രിവിലേജുകൾ എല്ലാ മന്ത്രിമാർക്കുണ്ട്. അപ്പം അതുകൊണ്ട് അവർക്ക് ക്രിറ്റിസിസത്തിൻ്റെ ഒരു സ്പേസും ഉണ്ട്. അവരതിൽ അത് ഉൾക്കൊള്ളേ പറ്റുള്ളൂ. അങ്ങനെ ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഔപചാരികമായിട്ട് പറയുന്നു, ഞാൻ ഖേദം പ്രകടിപ്പിക്കുകയാണ്. ആർക്കെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. കാരണം പ്രിയദർശിനി ഞങ്ങളുടെ പ്രസ്ഥാനമാണ്, ഞങ്ങൾ തുടങ്ങിയ ഒരു കാര്യമാണ്. അപ്പോൾ അത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് ഞങ്ങളുടെ ഏറ്റവും വലിയ കമ്മിറ്റ്മെൻ്റ് ആണ്. അതിൻ്റെ ഉപഭോക്താക്കൾക്ക് അത് കിട്ടേണ്ടത് അവരുടെ റൈറ്റാണ്. പക്ഷെ ഞാൻ പറഞ്ഞ കാര്യം വളരെ വ്യക്തമാക്കുകയാണ്, കേരളത്തിൽ ദാരിദ്ര്യമുണ്ട്. അതാണ് പൊളിറ്റിക്കൽ പോയിന്റ്. പയ്യന്നൂർ പെരുമ്പയിൽ വൻ സ്പിരിറ്റ് വേട്ട. 7000 ലിറ്റർ സ്പിരിറ്റുമായി ലോറി ഡ്രൈവർ പിടിയിൽ. പയ്യന്നൂർ പെരുമ്പ ദേശീയപാതയിൽ വെച്ച് എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ വൻ സ്പിരിറ്റ് ശേഖരം പിടികൂടി. പയ്യന്നൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ വൈശാഖിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സ്പിരിറ്റ് കടത്ത് സംഘത്തെ പിടികൂടിയത്. അനധികൃതമായി കടത്താൻ ശ്രമിച്ച 7000 ലിറ്റർ സ്പിരിറ്റും ഇതിനായി ഉപയോഗിച്ച ലോറിയും എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തു. ലോറിയുടെ അടിഭാഗത്ത് പ്രത്യേകമായി സജ്ജീകരിച്ച രഹസ്യ അറകളിൽ 200 കന്നാസുകളിലായി ഒളിപ്പിച്ച നിലയിലായിരുന്നു സ്പിരിറ്റ് സൂക്ഷിച്ചിരുന്നത്. സംഭവത്തിൽ അടൂർ സ്വദേശിയെ കസ്റ്റഡിയിലെടുത്തു. മംഗലാപുരത്ത് നിന്നാണ് സ്പിരിറ്റ് ലോഡ് ചെയ്തതെന്ന് എക്സൈസ് അധികൃതർ വ്യക്തമാക്കി. സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടക്കുകയാണെന്ന് എക്സൈസ് വകുപ്പ് അറിയിച്ചു. കണ്ണൂർ മലപ്പുറം കുറ്റിപ്പുറത്തെ ബസ് അപകടത്തിന് കാരണം ബസിന്റെ അമിത വേഗമെന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ റിപ്പോർട്ട്. റോഡും ടയറും തമ്മിലുള്ള ഘർഷണം നഷ്ടമായതും അപകട കാരണമായി. അപകട സ്ഥലത്തിനടുത്തായി 2 വളവുകളുണ്ടായിരുന്നു. ഇരട്ടയിൽ അധിക വേഗത്തിലെത്തിയ ബസിന് രണ്ടാമത്തെ വളവിലെത്തിയപ്പോൾ നിയന്ത്രണം നഷ്ടമായെന്നും ഗതാഗത കമ്മീഷണർക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. ഡ്രൈവർ ചങ്ങനകുളം സ്വദേശി ഷബീറിന് ചോദ്യം ചെയ്യലിന് ഹാജരാക്കാൻ പോലീസ് നോട്ടീസ് നൽകി. വളവുകളിൽ അനുവദിച്ചിട്ടുള്ള പരമാവധി വേഗത മണിക്കൂറിൽ 50 കിലോമീറ്ററാണ്.
എന്നാൽ അപകടത്തിൽപ്പെട്ട ബസ് ഓടിയത് ഇരട്ടയിൽ അധിക വേഗത്തിലെന്നാണ് MVD കണ്ടെത്തൽ. അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഷബീറിനെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടിരുന്നു. ജൂലൈ 26 നടന്ന അപകടത്തിൽ ഒരാൾ മരിക്കുകയും 39 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. കോഴിക്കോട് തൃശൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന ഡിഫൻഡർ എന്ന ലിമിറ്റഡ് സ്റ്റോപ്പാണ് അപകടത്തിൽപ്പെട്ടത്. ന്യൂസ് ഡെസ്ക് കണ്ണൂർ 1. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. Midco offers expert banking software solutions with 25 years of experience. We provide core banking. Contact our head office in Kannur or branch in Trivandrum. AKG Memorial Cooperative Hospital, Kannur. India Hospital, Pamban Madhavan Road, Thalap, Kannur. Phone 04972761303. വാർത്തകൾ തുടരുന്നു. പയ്യന്നൂരിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരിയായ യുവതി മരിച്ചു. മാത്തിൽ വടശ്ശേരി മുക്കിലെ TV ഷീനയാണ് മരിച്ചത്. ഇന്നലെ രാത്രി 7:10 ആലപ്പടമ്പ് കിണർമുക്ക് ട്രാൻസ്ഫോമറിന് സമീപം ചീമേനി ഭാഗത്തു നിന്നും മാത്തിൽ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഷീനയുടെ സ്കൂട്ടറും എതിരെ വന്ന കാറും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടം. റോഡിൽ തെറിച്ചു വീണ് ഗുരുതരമായി പരിക്കേറ്റ ഷീനയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ശസ്ത്രക്രിയയും കീമോതെറാപ്പിയും ഒരേ ദിവസം പൂർത്തിയാക്കി അപൂർവവും ജീവന് ഭീഷണിയുമായ അർബുദത്തെ അതിജീവിച്ച് 51-കാരിയായ കണ്ണൂർ സ്വദേശിനി അത്യാധുനിക ചികിത്സാ രീതിയായ ഹൈപെക് ശസ്ത്രക്രിയയും തുടർന്ന് നൽകുന്ന പ്രത്യേക കീമോതെറാപ്പിയിലൂടെയാണ് കണ്ണൂർ ആസ്റ്റർ മിംസിലെ മെഡിക്കൽ സംഘം ഒറ്റ ദിവസം കൊണ്ട് രോഗിക്ക് പുതുജീവൻ നൽകിയത്. ചികിത്സാ മികവുമാണ് രോഗിയെ അതിവേഗം പൂർണ്ണ ആരോഗ്യത്തിലേക്ക് നയിച്ചത്. ഉദര സംബന്ധമായ അസ്വസ്ഥതകൾ മൂലം ആശുപത്രിയിലെത്തിയ രോഗിയിലാണ് ഉദരത്തിലെ ആന്തരിക പാളികളെ ബാധിക്കുന്ന നിശബ്ദവും അപൂർവവുമായ സ്യൂഡോമിക്സോമ പെരിറ്റോണി എന്ന അർബുദം കണ്ടെത്തിയത്. അപ്പൻഡിക്സിലോ മറ്റ് ആന്തരിക അവയവങ്ങളിലോ രൂപപ്പെടുന്ന ട്യൂമർ തകരുമ്പോൾ അതിലുള്ള ദ്രാവകം ഉദരത്തിലെ മറ്റ് അവയവങ്ങളിലേക്ക് വേഗത്തിൽ പടരുന്നതോടൊപ്പം പുതിയ ട്യൂമർ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന മാരകമായ ഘട്ടത്തിലേക്ക് നയിക്കും. ആദ്യഘട്ടങ്ങളിൽ കാര്യമായ ലക്ഷണങ്ങളൊന്നും പ്രകടമാകാത്തതാണ് ഈ രോഗത്തിന്റെ പ്രധാന വെല്ലുവിളി. അതിനാൽ ഇത്തരം അർബുദ ബാധിതരിൽ സാധാരണയായി നടത്തുന്ന ക്യാൻസർ ചികിത്സകളിലൂടെ ജീവൻ നിലനിർത്തുക എന്നത് ഫലപ്രദമല്ലാത്തതിനാലാണ് നൂതന ചികിത്സാ രീതിയായ ഹൈപെക് ശസ്ത്രക്രിയ മെഡിക്കൽ സംഘം സ്വീകരിച്ചത്. അർബുദം ബാധിച്ച കോശങ്ങളെ ശസ്ത്രക്രിയയിലൂടെ പൂർണ്ണമായി നീക്കം ചെയ്ത ശേഷം പ്രത്യേക താപനിലയിലാക്കിയ കീമോതെറാപ്പി മരുന്നുകൾ ഉദരത്തിനുള്ളിൽ നേരിട്ട് കടത്തിവിടുന്ന നൂതന ചികിത്സാ രീതിയാണ് ആസ്റ്റർ മിംസിലെ മെഡിക്കൽ സംഘം വിജയകരമായി പൂർത്തിയാക്കിയത്. സാധാരണ അർബുദ ചികിത്സകളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ദിവസം കൊണ്ട് തന്നെ അനുബന്ധ ചികിത്സകൾ പൂർത്തിയാക്കി മറ്റ് തുടർ ചികിത്സകൾ ആവശ്യമില്ല എന്നതാണ് ഈ നൂതന ചികിത്സാ രീതിയുടെ പ്രധാന സവിശേഷത. ആശുപത്രിയിലെ സർജിക്കൽ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ഫഹീം അബ്ദുള്ളയുടെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ സംഘമാണ് മണിക്കൂറുകൾ നീണ്ട അതിസങ്കീർണ ശസ്ത്രക്രിയ പൂർത്തീകരിച്ചത്. നമ്മുടെ അടുത്ത് വന്നത് 51 വയസ്സുള്ള സ്ത്രീയായിരുന്നു. അവർക്ക് വയറിൻ്റെ ഉള്ളിൽ പല ഭാഗത്തും സ്പ്രെഡായി കഴിഞ്ഞൊരു ക്യാൻസർ ആയിരുന്നു. ഒരു ദിവസം തന്നെ ഒരു 8 മണിക്കൂർ നീണ്ടുക്കുന്ന സർജറിയോടെ വയറിനുള്ളിലെ എല്ലാ അസുഖവും നമ്മൾ നീക്കം ചെയ്ത് കഴിയുകയും അത് കഴിഞ്ഞിട്ട് അതേ സെറ്റിങ്ങിൽ തന്നെ നമ്മൾ 2 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂറുള്ള കീമോതെറാപ്പി ഹൈപെക് കീമോതെറാപ്പി അവർക്ക് കൊടുക്കുകയും ചെയ്തു. ആ ഒരു ദിവസത്തെ ചികിത്സ കൊണ്ട് തന്നെ അവരുടെ അസുഖം മാറി. പിന്നീട് അവർക്ക് വേറെ കീമോതെറാപ്പിയോ ഇഞ്ചക്ഷൻ ട്രീറ്റ്മെൻറ്റോ വേണ്ടി വന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ദിവസം കൊണ്ട് അവരുടെ അസുഖം പൂർണ്ണമായിട്ട് നമുക്ക് നീക്കം ചെയ്യാനും പറ്റി. വയറിൻ്റെ ഉള്ളിലെ പാട് അഥവാ പെരിറ്റോണത്തിൽ ക്യാൻസർ സ്പ്രെഡായി കഴിഞ്ഞാൽ സാധാരണ കൊടുക്കുന്ന കീമോതെറാപ്പികൾ എഫക്റ്റ് കുറവായിരിക്കും. അപ്പോഴാണ് ഹൈപെക് എന്നൊരു നൂതനമായ ചികിത്സാ രീതി എഫക്റ്റ് വരുന്നത്. ഹൈപെക് എന്ന് പറഞ്ഞാൽ ഹൈപ്പർതെർമിക് ഇൻട്രാപെരിറ്റോണൽ കീമോതെറാപ്പി അഥവാ കീമോതെറാപ്പി ചൂടാക്കി 42 ഡിഗ്രി സെൽഷ്യസിലേക്ക് ചൂടാക്കി വയറിൻ്റെ ഉള്ളിലേക്ക് തന്നെ നേരെ കടത്തിവിടുന്ന ഒരു ചികിത്സാ രീതിയാണ്. അത് വയറിൻ്റെ ഉള്ളിലുള്ള അസുഖം പൂർണ്ണമായി നീക്കം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അതിൽ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ അത് ഒറ്റത്തവണയുള്ള ട്രീറ്റ്മെൻറ്റാണ്. പലർക്കും അസുഖം മാറാനും അസുഖം വീണ്ടും വരാതിരിക്കാനും ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ട്രീറ്റ്മെൻറ്റും ഹൈപെക് ട്രീറ്റ്മെൻറ്റാണ്. ഈ ഹൈപെക് ചികിത്സ ഏറ്റവും ആവശ്യം വരുന്നത് അത് ഒന്ന് അപ്പൻഡിക്സ് നിന്ന് തുടങ്ങുന്ന ക്യാൻസറുകളാണ്. അപ്പൻഡിക്സ് നിന്ന് തുടങ്ങി വയറിനുള്ളിൽ സ്പ്രെഡായി വരുന്ന ക്യാൻസറുകളും രണ്ടാമത് ഓവറി അല്ലെങ്കിൽ അണ്ഡാശയത്തിൽ നിന്ന് വരുന്ന ക്യാൻസറുകൾക്കാണ് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത്. അനുപ്രസാദ്, അനസ്തേഷ്യ വിഭാഗം മേധാവി ഡോക്ടർ സുപ്രിയ രഞ്ജിത്ത്, ക്രിട്ടിക്കൽ കെയർ വിഭാഗം ഡോക്ടർ റിനോയ് എന്നിവരും ശസ്ത്രക്രിയയിൽ പങ്കാളികളായി. 10 ലക്ഷത്തിൽ ഒരാൾക്ക് മാത്രം കണ്ടുവരുന്ന അപൂർവവും സങ്കീർണവുമായ ഇത്തരം അർബുദബാധകളിൽ രോഗിയുടെ ജീവൻ രക്ഷിക്കുകയെന്ന വെല്ലുവിളി ഏറ്റെടുത്ത് ഈ സങ്കീർണ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കാൻ സഹായിച്ചത് ഓങ്കോളജി സംഘത്തിന്റെ കൃത്യമായ ഏകോപനവും വൈദഗ്ധ്യവുമാണെന്ന് കണ്ണൂർ ആസ്റ്റർ മിംസ് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ഡോക്ടർ അനൂപ് നമ്പ്യാർ പറഞ്ഞു. ശസ്ത്രക്രിയയ്ക്ക് ശേഷം യുവതി പൂർണ്ണ സൗഖ്യം പ്രാപിച്ചു.
ചികിത്സയ്ക്കായി മറ്റ് ദൂര നഗരങ്ങളെ ആശ്രയിച്ചിരുന്ന ജനങ്ങൾക്ക് പ്രാദേശികമായി തന്നെ ഉയർന്ന നിലവാരത്തിലുള്ള വിദഗ്ധ പരിചരണം ഉറപ്പാക്കുകയാണ് ആശുപത്രിയുടെ ലക്ഷ്യമെന്ന് കണ്ണൂർ ആസ്റ്റർ മിംസ് അധികൃതർ വ്യക്തമാക്കി. കണ്ണൂർ 1 കണ്ണൂർ. മീഡിയ ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.